ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറക്റ്റ് മെമ്മറി ആക്സസ് അല്ലെങ്കിൽ DMA. ഓക്കെ, സോ ആ ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മെമ്മറിയെ ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യുവാണ്. ആരാണ് ആക്സസ് ചെയ്യുന്നത്? IO ഡിവൈസസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിന് ഡയറക്റ്റായിട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. അതായത് നമ്മളുടെ മെമ്മറിയിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യാം, അതുപോലെ തന്നെ മെമ്മറിയിൽ നിന്ന് ഡേറ്റ ഔട്ട് ചെയ്യാം. ദാറ്റ് ഈസ് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മെമ്മറി IO ഡിവൈസസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അവിടെ ഡയറക്റ്റ് ഇൻ ദ സെൻസ് ദാറ്റ് ആ ഒരു ടേമിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? പ്രോസസ്സറിനെ ഇൻവോൾവ്മെൻറ്റ് മാക്സിമം കുറയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ വിത്തൗട്ട് ദ ഇൻ്റർവെൻഷൻ ഓഫ് ദ പ്രോസസ്സർ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ IO ഡിവൈസസിനെയും മെമ്മറിയും തമ്മിൽ കണക്ട് ചെയ്യിക്കുവാണ്. ഓക്കെ, ടു പെർഫോം ദിസ് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ. അത്രയേ ഉള്ളൂ ഈ ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇറ്റ്സ് എ ടെക്നിക് യൂസ്ഡ് ഫോർ ഹൈ സ്പീഡ് IO ഡിവൈസസ്. അപ്പോൾ IO ഡിവൈസസിൻ്റെ സ്പീഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് പ്രോസസ്സറിനെ ഇൻവോൾവ് ചെയ്യിക്കാണ്ട് വി ക്യാൻ ഡയറക്ട്ലി ട്രാൻസ്ഫർ ദ ഡേറ്റ ബിറ്റ്വീൻ ദിസ് IO ഡിവൈസസ് ആൻഡ് മെമ്മറി. ഹിയർ ദ ഡിവൈസ് ഇൻ്റർഫേസ്, അതായത് നമ്മളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ ഇൻ്റർഫേസ് ദാറ്റ് വിൽ ട്രാൻസ്ഫർ ദ ഡേറ്റ ഡയറക്ട്ലി ടു ഓർ ഫ്രം ദ മെമ്മറി വിത്തൗട്ട് കണ്ടിന്യൂസ് ഇൻവോൾവ്മെൻറ്റ് ബൈ ദ പ്രോസസ്സർ. അതാണ് അപ്പോൾ ഡെഫിനേഷനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് വാട്ട് ഈസ് DMA എന്ന്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കൺട്രോൾ യൂണിറ്റ് വേണം. ഓക്കെ, സോ ആ ഒരു ഹാർഡ്വെയർ സർക്യൂട്ടറിയാണ് നമ്മളെന്തെന്ന് വിളിക്കുന്നത്? DMA കൺട്രോളർ എന്ന് വിളിക്കുന്നത്. എ സ്പെഷ്യൽ കൺട്രോൾ യൂണിറ്റ് മസ്റ്റ് ബി പ്രൊവൈഡഡ്, മേ ബി പ്രൊവൈഡഡ് ടു അലൗ ദ ട്രാൻസ്ഫർ ഓഫ് ലാർജ് ബ്ലോക്ക് ഓഫ് ഡേറ്റ അറ്റ് ഹൈ സ്പീഡ് ഡയറക്ട്ലി ബിറ്റ്വീൻ ദിസ് എക്സ്റ്റേണൽ ഡിവൈസസ് ആൻഡ് മെമ്മറി. ഓക്കെ, സോ നമ്മുടെ മെമ്മറിയും നമ്മളുടെ IO ഡിവൈസസും തമ്മിലുള്ള ഡേറ്റ ട്രാൻസ്ഫർ മീൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമുക്ക് വി ആർ ഹാവിങ് എ കൺട്രോളർ ദാറ്റ് ഈസ് കോൾഡ് ആസ് DMA കൺട്രോളർ. ഓക്കെ, ഇനി ഈ ഒരു ട്രാൻസ്ഫർ പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡേറ്റാസ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, സോ ദാറ്റ് ഫസ്റ്റ് വൺ ഇസ് എവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം? ദാറ്റ് ഇസ് സ്റ്റാർട്ടിങ് അഡ്രസ്, ദെൻ ഒരു ബ്ലോക്കിൽ എത്ര വേർഡ്സ് ആണ് ഉള്ളതെന്നുള്ളതിൻ്റെ കൗണ്ട്, ദെൻ ഡയറക്ഷൻ ഓഫ് ട്രാൻസ്ഫർ. നമ്മൾ മെമ്മറിയിലേക്ക് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു അതോ മെമ്മറിയിൽ നിന്ന് നമ്മൾ ഡേറ്റ പുറത്തേക്ക് എടുക്കുന്നു? ദാറ്റ് ഈസ് മെമ്മറിയിലേക്ക് ഡേറ്റ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ഓപ്പറേഷൻ ആണോ ചെയ്യുന്നത്, മെമ്മറിയിൽ നിന്ന് എടുക്കുകയാണോ ചെയ്യുന്നത്, ദാറ്റ് ഈസ് റീഡ് ഓപ്പറേഷൻ ആണോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഒരു DMAയിൽ ഒരു ട്രാൻസ്ഫർ ഓപ്പറേഷൻ ഇനിഷ്യേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് വേണം? സ്റ്റാർട്ടിങ് അഡ്രസ്സ് വേണം, നമ്പർ ഓഫ് വേർഡ്സ് ഇൻ ദ ബ്ലോക്ക്, ഒരു ബ്ലോക്കിൽ എത്ര വേർഡ്സ് എന്നുള്ള കൗണ്ട് വേണം, ദെൻ ഡയറക്ഷൻ ഓഫ് ട്രാൻസ്ഫർ. ഓക്കെ, സോ അപ്പോൾ ആക്ച്വലി നമ്മുടെ ഒരു 32 ബിറ്റ് സ്റ്റാറ്റസ് രജിസ്റ്റർ ഉണ്ടെങ്കിൽ, കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് ബിറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ഈ ഒരു 4 ബിറ്റ് ഇൻഫർമേഷൻ മാത്രം ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ബിറ്റ് നമ്പർ 0, 1, ദെൻ 30 ആൻഡ് 31. ടോട്ടൽ എത്ര ബിറ്റ്സ് ഉണ്ട്? 32 ബിറ്റ് ഇൻഫർമേഷൻ ആണുള്ളത്. ഈ ഒരു കൺട്രോൾ ഓപ്പറേഷനിൽ നമുക്ക് 32 ബിറ്റ് ഇൻഫർമേഷൻ ആണുള്ളത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കേണ്ട എന്ത് മാത്രമാണ്? നമ്മൾ ഈ ഒരു 4 ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം, നമ്മൾ പഠിച്ചിരിക്കേണ്ടതുള്ളൂ. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ then the first bit. Okay, when a block of data is transferred, the DMA controller increment the memory address for successive word and keep track of number of words, and it is also informs the processor by raising an interrupt signal. എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ നമുക്കൊരു ബ്ലോക്ക് ഓഫ് ഡേറ്റ, ഒരു ബ്ലോക്ക് ഓഫ് വേർഡ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ DMA കൺട്രോളർ വിൽ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ദ കൺട്രോൾ ടു ദ നെക്സ്റ്റ് ബ്ലോക്കിലേക്ക്, അല്ലേ? അപ്പോൾ ഒരു ബ്ലോക്കിൽ നിന്ന് അത് ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യണം? നമ്മുടെ DMA കൺട്രോളർ ആരുടെ പറയണം? നമ്മുടെ പ്രൊസസ്സറിൻ്റെ അടുത്ത് പറയണം, ഐ ആം നോട്ട് ഡൺ, എനിക്കിനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്കിനിയും ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, സോ ഇത് ഫിനിഷ് ആയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും അതെന്ത് ചെയ്യും? നമ്മുടെ CPU കയ്യിൽ നിന്ന് നമ്മുടെ ബസ്സിൻ്റെ ആക്സസ് എടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് CPU ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും? ഒരു ഇൻറ്ററപ്റ്റ് സിഗ്നൽ ജനറേറ്റ് ചെയ്യണം. ഐ എം സ്റ്റിൽ ഇൻ വർക്കിംഗ്, ഓക്കെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇൻറ്ററപ്റ്റ് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. ആര് ജനറേറ്റ് ചെയ്യുന്നത്? DMA കൺട്രോളർ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, when DMA control is taking place, the program requested the transfer cannot continue and the processor can be used to execute another program. ഓക്കെ, ഇപ്പോൾ ശരിക്കും DMA കൺട്രോളറിന് ഇൻറ്ററപ്റ്റ് റൈസ് ചെയ്തു, അതിന് നമ്മുടെ കൺട്രോൾ മീൻസ് ഈ ഒരു പ്രൊസീജിയറിലേക്ക് അത് ഇൻവോൾവ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ DMA കൺട്രോൾ നമ്മുടെ ഈ ഒരു ട്രാൻസ്ഫർ പ്രോസസ്സിലേക്ക് ടേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിനകത്തോട്ട് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ CPU ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അത് ആക്ടിവേറ്റ് ആയിട്ടിരിക്കുന്ന പ്രോഗ്രാം അതിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ബിക്കോസ് നമ്മുടെ ബസ്സിൻ്റെ ആക്സസ് ഇപ്പോൾ ആർക്ക് കൊടുത്തു? DMAക്ക് കൊടുത്തു. അപ്പം CPU എന്ത് ചെയ്യണം? ആ ഒരു പ്രോസസ്സിനെ പോസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു DMAയുടെ ഈ ഒരു ട്രാൻസ്ഫർ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. ഓക്കെ, ആഫ്റ്റർ DMA ട്രാൻസ്ഫർ ഈസ് കംപ്ലീറ്റഡ്, ദ പ്രോസസ്സർ റിട്ടേൺസ് ടു ദ പ്രോഗ്രാം ദാറ്റ് റിക്വസ്റ്റഡ് ദ ട്രാൻസ്ഫർ. ഓക്കെ,
അപ്പോൾ DMA അതിൻ്റെ ട്രാൻസ്ഫർ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പ്രോസസ്സറിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിൻ്റെ ബാക്കി ഇപ്പം എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് അതിന് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രോസസ്സർ റിട്ടേൺസ് ടു ദ പ്രോഗ്രാം ദാറ്റ് റിക്വസ്റ്റഡ് ദ ട്രാൻസ്ഫർ. ഓക്കെ, അപ്പോൾ ശരിക്കും DMA കൺട്രോളർ എന്താ ചെയ്യുന്നത്, നമ്മളുടെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ബസ്സിൻ്റെ ആക്സസ് ആണ് എന്ത് ചെയ്യുന്നത്, എടുത്തുകൊണ്ട് പോകുന്നത്. ബസ് ആക്സസ് ആണ് ചെയ്യുന്നത്. ആ ഒരു ബസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഓപ്പറേഷൻ CPU-ലും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, പറ്റത്തില്ല. സോ ഇറ്റ് ഹാസ് ടു ബി വെയിറ്റഡ്. എപ്പോൾ വരെ വെയിറ്റ് ചെയ്യും, ദിസ് DMA ഈ ഡയറക്റ്റ് മെമ്മറി ആക്സസ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഇറ്റ് ഹാസ് ടു വെയിറ്റ് ദെയർ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു. സോ ഇനിഷ്യേറ്റ് ഒരു ട്രാൻസ്ഫർ ഓപ്പറേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അസോസിയേറ്റ് ചെയ്തേക്കുന്ന രജിസ്റ്റേഴ്സ് അല്ലേ, ഒരു DMA ഇൻ്റർഫേസിങ്ങിൽ അസോസിയേറ്റ് ചെയ്തേക്കുന്ന രജിസ്റ്റേഴ്സ് എന്തൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് ഓൾറെഡി യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക, എന്തൊക്കെയാണ് ഈ രജിസ്റ്റേഴ്സ് എന്നുള്ളത് ഇൻഫോം ചെയ്യുക. അതായത് സ്റ്റാറ്റസ് കൺട്രോൾ രജിസ്റ്റേഴ്സ് ഉണ്ട്, അതിൽ 0, 1, 30, 31 എന്നുള്ള ബിറ്റ് വാല്യൂസ് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറയുക. ആൻഡ് വി ആർ ഹാവിങ് ആൻ അഡ്രസ് രജിസ്റ്റർ. സ്റ്റാർട്ടിങ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അഡ്രസ് വാല്യൂ മതി. കാര്യം സ്റ്റാർട്ടിങ് മാത്രം മതി എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്, നമ്മളുടെ DMA കൺട്രോളർ ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, സക്സസീവ് ആയിട്ടുള്ള ബ്ലോക്ക് ഓഫ് ഡേറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് വിൽ ഇൻക്രിമെൻറ്റ് ഓട്ടോമാറ്റിക്കലി. കണ്ടോ, DMA കൺട്രോളർ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തോളും, ഇൻക്രിമെൻറ്റ് ചെയ്തോളും. ഓക്കെ, അടുത്തത് വേർഡ് കൗണ്ട്, അതായത് ഒരു ബ്ലോക്കിൽ എത്ര വേർഡ്സ് ഉണ്ടെന്നുള്ളതിൻ്റെ കൗണ്ട് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ, സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ രജിസ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റാർട്ടിങ് അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാനുള്ള അഡ്രസ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്, ദെൻ വേർഡ് കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ DMA ഇൻ്റർഫേസിങ്ങിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന രജിസ്റ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പറയണം. ഇനി നമുക്ക് ഈ ഓരോ രജിസ്റ്റേഴ്സിനകത്തുള്ള സ്റ്റാറ്റസ് ബിറ്റ്സ്, അതായത് ഈ ഒരു 0, 1, 30, 31 എന്നുള്ള സ്റ്റാറ്റസ് ബിറ്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് സെറ്റും റീസെറ്റും ആവുന്നത് എന്താണ്, എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ട്രാൻസ്ഫർ ഓപ്പറേഷനെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ നമുക്കറിയാം റീഡ് റൈറ്റ്. സോ എത്രാമത്തെ ബിറ്റാണ് നമ്മുടെ ഫസ്റ്റ് ബിറ്റ് 0. അപ്പോൾ അതായത് 0th ബിറ്റ് 0 ആണ്. ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. ദെൻ റീഡ് റൈറ്റ് ഓപ്പറേഷൻസിൻ്റെ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ട് R⁻W⁻ അത് തെറ്റിക്കരുത്. റീഡ് ആണ് എന്താണ് ആക്റ്റീവ്, മറ്റേന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മീൻസ് ഇത് ഡിസേബിൾ ചെയ്യുമ്പോഴാണ് ആക്ച്വലി ഇത് ആക്റ്റീവ് ആവുന്നത്, അറിയാമല്ലോ. ഇപ്പോൾ റൈറ്റ് ബാർ എന്ന് പറഞ്ഞാൽ ഈ ഒരു റൈറ്റ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഇവിടെ 0 വന്നാലാണ് എന്ത് ചെയ്യുന്നത്, റൈറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ദെൻ റീഡ് 1 വന്നു കഴിഞ്ഞാലാണ് റീഡ് ആക്ടിവേറ്റ് ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ദെൻ ആക്റ്റീവ് ലോ സിഗ്നലാണിത് റൈറ്റ് ബാർ ആയതുകൊണ്ട്. ദെൻ പിന്നെ വരുന്നത് എന്താണ്, ഇൻറ്ററപ്റ്റ് എനേബിളും ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് റീഡ് റൈറ്റ് ഡിറ്റർമൈൻസ് ദ ഡയറക്ഷൻ ഓഫ് ട്രാൻസ്ഫർ. അതായത് റീഡ് ആണെങ്കിൽ എന്താണ്, വി ആർ ആക്സസിങ് ദ ഡേറ്റ. റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, വി ആർ ആക്സസിങ് ദ ഡേറ്റ ഫ്രം മെമ്മറി ടു IO ഡിവൈസസ്. IO ഡിവൈസസിൽ ഫ്രം മെമ്മറി ടു IO ഡിവൈസസ് ആണ് റീഡ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വി ആർ ട്രാൻസ്ഫറിങ് ദ ഡേറ്റ ഫ്രം IO ഡിവൈസസ് ടു മെമ്മറിയിലേക്കാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. പിന്നെന്താണ്, IO ഡിവൈസസിലേക്കാണ് നമ്മൾ റീഡ് ചെയ്ത് കൊണ്ടുവരിക. മെമ്മറിയിലെ കണ്ടന്റ് നമ്മൾ റീഡ് ചെയ്തെടുത്ത് എങ്ങോട്ടേക്ക് കൊണ്ടുവരിക, IO ഡിവൈസസിൽ. ഓക്കെ, ദെൻ റീഡ് റൈറ്റിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഇവിടെ റീഡ് റൈറ്റിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, റീഡാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആക്ടിവേറ്റ് ആവുന്നത്. DMA കൺട്രോളർ റീഡ് ഡേറ്റ ഫ്രം മെമ്മറി ടു IO ഡിവൈസസ്. കുഴപ്പമില്ലല്ലോ. ദെൻ റീഡ് റൈറ്റിൻ്റെ വാല്യൂ ബിറ്റ് വാല്യൂ 0 ആണെങ്കിൽ വാട്ട് ഇസ് ദാറ്റ് മീൻ, ഇവിടെ ആക്ടിവേറ്റ് ആവുന്നത് എന്താണ്, റൈറ്റ് ഓപ്പറേഷൻ ആണ്. DMA കൺട്രോൾ പെർഫോംസ് ദ റൈറ്റ് ഓപ്പറേഷൻ. എവിടെ നിന്ന് എവിടേക്കാണ്, IO ടു മെമ്മറി. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൽ നിന്ന് എങ്ങോട്ടേക്കാണ് റൈറ്റ് ചെയ്യുന്നത്, മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഡൺ ഇറ്റ്സ് എ ഫ്ലാഗ് സ്റ്റാറ്റസ് രജിസ്റ്റർ ആണ്. സോ അതിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, DMA കൺട്രോൾ ഹാസ് സ്റ്റോപ്പ് ദ ട്രാൻസ്ഫറിങ് ഓഫ് എ ബ്ലോക്ക് ഓഫ് ഡേറ്റ ആൻഡ് ഇറ്റ് ഈസ് റെഡി ടു റിസീവ് അനദർ കമാൻഡ്. ഇനി ഒരു കമാൻഡ് കിട്ടുന്നത് വരെ അത് ഫിനിഷ്ഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഇൻറ്ററപ്റ്റ് എനേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചു, നമ്മുടെ DMA കൺട്രോളർ നമ്മുടെ പ്രോസസ്സറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു ഇൻറ്ററപ്റ്റ് സിഗ്നൽ ജനറേറ്റ് ചെയ്യണം. ഓക്കെ, സോ യുടെ വാല്യൂ 1 ആണെങ്കിൽ ഇറ്റ് കോസസ് ദ കൺട്രോളർ ടു റേസ് ആൻ ഇൻറ്ററപ്റ്റ്. ഓക്കെ, ആഫ്റ്റർ ഇറ്റ് ഹാസ് കംപ്ലീറ്റഡ് ട്രാൻസ്ഫറിങ് എ ബ്ലോക്ക് ഓഫ് ഡേറ്റ. അതായത് ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു, ഇനി അടുത്ത് നെക്സ്റ്റിന് ഞാൻ റെഡി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, IE സെറ്റ് ചെയ്യുന്നത്. ദെൻ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ കൺട്രോളർ ഹാസ് റിക്വസ്റ്റഡ് ആൻ ഇൻറ്ററപ്റ്റ്. അപ്പോൾ ദ DMA കൺട്രോളർ ഒരു ഇൻറ്ററപ്റ്റ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ഒരു ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആർക്കാണ്, CPU-ന്. ആര് കൊടുത്തിട്ടുണ്ട്, DMA കൺട്രോളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
ഇനി ഇതാണ് ഡി എം എയുടെ ബേസിക് ആയിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത്. സോ ഡി എം എയിൽ നമുക്ക് എന്ത് കാണും, ഇവിടെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ IO ഡിവൈസസ് ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്, പിന്നെ എന്തുണ്ടാവും, ഒരു മെമ്മറി ഉണ്ടാവും, അതിലേക്കാണ് നമ്മൾ ഡേറ്റ ടു ആൻഡ് ഫ്രം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആൻഡ് വി ആർ ഹാവിങ് എ പ്രോസസ്സർ. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്തുണ്ട്, ഒരു ബസ്സുണ്ട്. ഈ ബസ്സിൻ്റെ കൺട്രോളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ IO ഡിവൈസസ് എന്ന് പറയുമ്പോഴേക്കും അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് പ്രിൻറ്റർ, കീബോർഡ്, ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ടിൽ വരുന്നതാണല്ലോ. ഓക്കെ, ദെൻ ഇനി നമുക്ക് വേണ്ടത് ഒരു, അതായത് ആക്ച്വലി ഈ DMA ഡയറക്റ്റ് മെമ്മറി ആക്സസ് വരുന്നത് വലിയൊരു ബൾക്ക് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ഒരു വലിയ ബ്ലോക്ക് ഓഫ് ഡേറ്റ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ്. ചെറിയ ചെറിയ ഡേറ്റ ട്രാൻസ്ഫേഴ്സിനൊന്നും നമുക്ക് ആരുടെ ഇൻ്റർവെൻഷൻ വേണ്ടി വരില്ല, DMA കൺട്രോളറിൻ്റെ യൂസ് വേണ്ടി വരില്ല. അപ്പോൾ ഇവിടുത്തെ കോൺടെക്സ്റ്റിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഹാർഡ് ഡിസ്കില്ലേ, നമ്മൾ ഡിസ്ക് ഒരു 2 ഡിസ്കുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഹ്യൂജ് ഡേറ്റ ട്രാൻസ്ഫർ വേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിനെ ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തേക്കുക. നമ്മളൊരു സിസ്റ്റം ഒരു ബ്രൗസറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ബൾക്ക് ഓഫ് ഡേറ്റ നമുക്ക് യൂസേജ് വരില്ലേ. അപ്പോൾ അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി വി ആർ ഹാവിങ് എ നെറ്റ്വർക്ക് ഇൻ്റർഫേസ്. നമ്മളെ നെറ്റുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഇൻ്റർഫേസ് ആണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ്. അപ്പോൾ അവിടെ ഇതാണ് നമ്മുടെ IO ഇൻ്റർഫേസ് നമ്മൾ പഠിച്ചില്ലേ ആദ്യം. ഓക്കെ, ആ IO ഇൻ്റർഫേസിനെ നമ്മുടെ ഈ ഒരു വലിയ ബ്ലോക്ക് ഓഫ് ഡേറ്റ അവിടെ വരുന്നത് കൊണ്ട് വി നീഡ് എ DMAC അല്ലേ, ഒരു DMA കൺട്രോളർ വേണം. ഇവിടെ നമുക്കൊരു DMA കൺട്രോളർ വേണം. ഓക്കെ, റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് രണ്ടും ബൾക്ക് ഓഫ് ഡേറ്റയാണ് ഈ 2 കോണ്ടെക്സ്റ്റുകളിൽ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ആവുന്നത്. ബൾക്ക് ഓഫ് ഡേറ്റയാണ് ഈ 2 കോണ്ടെക്സ്റ്റുകളിലും ട്രാൻസ്ഫർ ആവുന്നത്, ടു ആൻഡ് ഫ്രം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിഗർ വരയ്ക്കേണ്ടത്. മനസ്സിലായെന്ന് തോന്നുന്നു. ഈ IO ഡിവൈസസിനെയാണ് നമ്മൾ 3-4 എണ്ണമായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഏത് കോണ്ടെക്സ്റ്റിലാണ് DMACയുടെ റോള് വരുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് DMA കൺട്രോൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് IO ഡിവൈസസ് വെച്ചിട്ട് അവിടെ എവിടെയാണ് DMAC ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത് എന്നുള്ളത് കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ, ഇപ്പം DMA കൺട്രോളർ കണക്ട്സ് എ ഹൈ സ്പീഡ് നെറ്റ്വർക്ക് ടു ദ കമ്പ്യൂട്ടർ ബസ്. അതായത് നമ്മളുടെ ഫസ്റ്റ് കോണ്ടെക്സ്റ്റിൽ ഇവിടെ ഒരു ഹൈ സ്പീഡ് നെറ്റ്വർക്കിനെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ ബസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഡിസ്ക് കൺട്രോളറിനും എന്തുണ്ട്, 2 ഡിസ്കുകൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഓൾസോ ഹാസ് ഒരു DMA വേണം നമുക്കിവിടെ ഇതിൻ്റെ ഡേറ്റ ട്രാൻസ്ഫറിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഒരു DMA ട്രാൻസ്ഫർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് എന്താണ്, ടു സ്റ്റാർട്ട് എ DMA ട്രാൻസ്ഫർ ഓഫ് എ ബ്ലോക്ക് ഓഫ് ഡേറ്റ ഫ്രം മെയിൻ മെമ്മറി ടു വൺ ഓഫ് ദ ഡിസ്ക് ദ പ്രോഗ്രാം റൈറ്റ്സ് the address and the word count information to the registers of the corresponding channel of the disk controller. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു റീഡ് ഓപ്പറേഷൻ ആയിക്കോട്ടെ, റൈറ്റ് ഓപ്പറേഷൻ ആയിക്കോട്ടെ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ബ്ലോക്ക് ഓഫ് ഡേറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ഡിസ്കിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണം, ഈ ഒരു ഡിസ്കിൽ നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എത്ര വേർഡ്സ് ആണ് ഒരു ബ്ലോക്കിൽ വരേണ്ടത്, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ DMA ട്രാൻസ്ഫർ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഡൺ എപ്പോഴും എന്താക്കി മാറ്റും, 1 ആക്കി മാറ്റും. എന്നിട്ട് ഇൻട്രപ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, എനേബിൾ ചെയ്യും. ഇൻട്രപ്റ്റ് എനേബിൾ ചെയ്യുന്ന എന്താണ്, ആ ഒരു കറണ്ട് പ്രോസസ്സ് കഴിഞ്ഞു, നെക്സ്റ്റ് ഉടനെ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡി ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇൻട്രപ്റ്റ് എനേബിൾ കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യണം, ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ആർക്ക് കൊടുക്കണം, നമ്മൾ പ്രോസസ്സറിന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സിമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് റൈറ്റ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഒരു DMA കൺട്രോളർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട, ഡയറക്റ്റ് മെമ്മറി ആക്സസ് മെക്കാനിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട പോയിൻറ്റ്സ്. ഓക്കെ.